അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പോള ഉണ്ടാക്കാം. പപ്സിൻ്റെ ടേസ്റ്റ് മിക്സ് ആയിട്ടുള്ള ഒരു പോള, മുട്ട പപ്സ് പോള. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒന്നാണ്. ഇത് നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. അടിയൊന്നും കരിയാതെ നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതും. വെറൈറ്റിയാണ്. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും. ഇനി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ കറിവേപ്പില 3 എണ്ണം, ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകാണ് ഞാൻ എരിവിനായിട്ട് എടുക്കുന്നത്. കുറച്ച് മാത്രമേ മുളകും പൊടി ചേർക്കുന്നുള്ളൂ. അതിലേക്ക് പച്ചമുളക് നടു കീറിയിട്ട് ഇതുപോലെ ഒന്ന് ചെറിയതാക്കിയിട്ടൊന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട്. ചെറുതാക്കി അരിയുന്നതാണ് കൂടുതൽ നമ്മൾ ഉണ്ടാക്കാനും സുഖം. അതേപോലെ കഴിക്കുമ്പോഴും രസം അതായിരിക്കും, ചെറിയൊരു കടിയൊക്കെ കിട്ടുമ്പോൾ. നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറുതാക്കി അരിയാം. എല്ലാം ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ പേസ്റ്റാക്കി ഇടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചതച്ചെടുക്കണതിനും അരിയണതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അതിൻ്റെ ഒരു കടിക്കാൻ കിട്ടുമ്പോൾ. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഈ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച ഈ വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണ ചേർക്കരുത്. നമ്മൾ ഇതൊന്ന് വഴറ്റാനായിട്ട് സൺഫ്ലവർ ഓയിലൊക്കെയാണ് ചേർക്കേണ്ടത്. അതിനാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പപ്സിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുക. ഇനി പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി. മല്ലിച്ചപ്പ്, ഒരു പിടി മല്ലിച്ചപ്പാണ് ചേർത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നേരത്തെ ചതച്ച് വെച്ചില്ലേ അത്. കറിവേപ്പില, ലേശം കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വാഴണമെന്നില്ല, കുറച്ചൊന്ന് ആവശ്യത്തിന് വാടിയാൽ മതി. നമ്മൾ പപ്സിൻ്റെ ഒക്കെ മസാലക്ക് നന്നായിട്ടൊന്ന് വാടിയിട്ട് ഇങ്ങോട്ട് അലിയില്ല, ബ്രൗൺ കളറൊന്നും ആവില്ല, ലേശം ഒന്ന് വാടുള്ളൂ. നമുക്കൊന്ന് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇളക്കി മിക്സാക്കാം. കുറച്ചൊന്ന് വാടി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇടാനാവും. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത്, വാട്ടുന്നത്. കുറച്ചൊന്നൊരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വാടാൻ. ഇപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളകും പൊടി, 1/2 സ്പൂൺ ഗരം മസാല അങ്ങോട്ട് ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മളെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ പപ്സിൻ്റെ മസാലേൻ്റെ ടേസ്റ്റാണ് ഈ ഒരു മസാലയൊക്കെ ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല വാട്ടാൻ. മൂടി വെച്ച് വാട്ടാനോ അല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കി അങ്ങനെ വാട്ടാനോ അതുപോലെ എല്ലതും കൂടി ഒരുമിച്ച് ഇട്ടിട്ട് വാട്ടിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് 250 ml കപ്പിന് 2 കപ്പ് മൈദ ചേർക്കാം. 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 250 ml തന്നെ 1 കപ്പ് നിറയെ പാല്. നമുക്ക് പാല് 1/2 കപ്പും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ മൈദ ഇട്ടിട്ടുണ്ടായതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇളക്കി നോക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 സ്പൂണിൻ്റെ അടുത്ത് ഉപ്പ്, ചെറിയ സ്പൂണാണ് 3/4 സ്പൂൺ. നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം അങ്ങനെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് പാല്, നേരത്തെ എടുത്ത് വെച്ച 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളം കുറവുള്ളതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി 1/2 കപ്പ് പാലും കൂടി ചേർത്തെടുക്കാം. അപ്പോൾ 250 ml 1/2 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് പാല് കറക്റ്റാണ്.
ഈ ഒരു അളവിൽ വരണം മാവ്. നമുക്ക് അതിലേക്കൊന്ന് കുറച്ച് ഒരു അര സ്പൂണിൻ്റെ അടുത്ത് സോഡ പൊടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സിയിൽ തന്നെ അടിച്ചെടുക്കാം. മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം അളവിലുള്ളൊരു പാനാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാനിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ നല്ല വലുതുമല്ല നല്ല ചെറുതുമല്ലാത്തൊരു മീഡിയം അളവിലുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ നെയ്യ് പുരട്ടി കൊടുക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കുകയോ ചെയ്യാം. അതിലേക്ക് നമ്മളെ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ തീ ഇട്ടിട്ടുള്ളത്. അതിൽ വേണമെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയിടും ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ബാറ്ററിൻ്റെ പകുതി ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്, പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഓഫാക്കിയിടുകയോ ചെയ്യാവുന്നതാണ്. ചട്ടി ഒന്ന് ചൂടായി തന്നെ ഓഫാക്കിയിടുക വേണമെങ്കിൽ. ഇനി അതിലേക്ക് നമ്മളെ പപ്സിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. പപ്സിൻ്റെ കൂട്ടൊക്കെ ഞാനതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതിൽ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട അതുപോലെ നടു കീറിയിട്ട് ഒന്നും കൂടി കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇതൊരു 3 മുട്ടേൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനിയും മുട്ട ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇനിയും എത്ര മുട്ട വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനുള്ളിൽ വെക്കാവുന്നതാണ്. നിങ്ങളൊരു പാൻ്റെ വലുപ്പത്തിനനുസരിച്ച് മുട്ടേൻ്റെ അളവും അതുപോലെ മസാലേൻ്റെ കൂട്ടിൻ്റെ അളവൊക്കെ കൂട്ടിയാൽ മതി. നമുക്ക് ബാക്കി വന്ന ആ ഒരു ബാറ്ററും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് ഫില്ലാവണ തരത്തിൽ, ഗ്യാപ്പൊന്നും ഇല്ലാത്ത തരത്തിൽ ആ ബാറ്റർ ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിലുള്ള ഗ്യാപ്പൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റാണ് വേവിക്കേണ്ടത്. നമുക്ക് അടിയിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ആ പാന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടായതിന് ശേഷം നമ്മൾ ഈ ഒരു വെക്കാനുള്ള ഒരു പാത്രം വെക്കാം. അത് ഒരു 25 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോളം നമുക്ക് വേവിക്കണം. ഈ പാന് നന്നായിട്ട് ചൂടായിട്ട് വേണം ഈ പാത്രം വെച്ച് കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടായിട്ട്, എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് 25 മിനിറ്റോ 20 മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചാൽ മതി. വെന്ത് കിട്ടുന്നതാണ്. നമുക്കൊരു 20 മിനിറ്റിന് ശേഷം നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പോളയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡും കൂടി ഒന്ന് വേവിക്കാനുണ്ട്. ഈ പാനിൽ ലോ ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ അതിലൊന്ന് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു വേവിക്കാനുള്ളത് ഇതിലേക്ക് തന്നെ നമുക്ക് പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇളക്കിയാൽ തന്നെ അത് പോരുന്നതാണ്. നമുക്ക് എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് പോന്ന് കിട്ടും. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് തീ. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം നോക്കിയപ്പോൾ ഒരു 4 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. അതായത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കരിഞ്ഞു പോവേ കേടുവരെ ഒന്നും ആയിട്ടില്ല. നല്ല ടേസ്റ്റുള്ള നല്ല മണവും വരുന്നുണ്ട് പോളമെന്ന്. നല്ല സോഫ്റ്റാണ്. മുറിക്കുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റിൽ വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പോളയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു വെറൈറ്റി പോളയാണ്. നമുക്ക് പപ്സിൻ്റെ അതേ ടേസ്റ്റിൽ നല്ല ടേസ്റ്റിൽ പോള ഉണ്ടാക്കാം. പപ്സ് ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ, അതിൻ്റെ പാടൊന്നുമില്ല. പപ്സിൻ്റെ അതേ ടേസ്റ്റിൽ നല്ല രസത്തിൽ പോള ഉണ്ടാക്കാം. നമ്മളെ കടയിൽ നിന്ന് മേടിക്കുന്ന പപ്സിൻ്റെ അതേ ഒരു മസാലക്കൂട്ടൊക്കെയാണ് ഇതിനകത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് നമുക്കൊരു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.